ഓഡിറ്റ് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണറുടേതാണ്. സ്പെഷ്യൽ കമ്മീഷണറും ദേവസ്വം ബോർഡും തമ്മിൽ ബന്ധമില്ല. ദേവസ്വം ബോർഡും സർക്കാരും തമ്മിൽ പരിപാടികളിൽ ബന്ധമില്ല. ജനങ്ങൾക്ക് വ്യക്തമാകുന്ന വളരെ കൃത്യമായ മറുപടിയാണോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ഈ ചർച്ച എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 4 പ്രതിനിധികളുണ്ട്. ഒരാൾക്ക് വിഭജിച്ചാൽ 15 മിനിറ്റ് കിട്ടും. CPM-ന്റെ പ്രതിനിധി ഇപ്പോൾ 16 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ മതിയായ സമയം അതനുസരിച്ച് എനിക്കെന്തായാലും വേണം. മറ്റുള്ള പ്രതിനിധികളുടെ കാര്യം അവരാണ് പറയേണ്ടത്. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഇവരെന്താ പറഞ്ഞത്? ആഗോള തലത്തിൽ അയ്യപ്പനെ അവതരിപ്പിക്കാനാണല്ലോ അതിന്റെ ഉദ്ദേശ ലക്ഷ്യമായി പറഞ്ഞത്. സ്മൃതി, നമുക്കറിയാം, ഇപ്പൊ അയ്യപ്പനെ പോലൊരാൾക്ക് ആഗോള ബ്രാൻഡിങ്ങിന്റെ ആവശ്യമുണ്ടോ? എത്രയോ കാലമായി അയ്യപ്പൻ എവിടെയുണ്ട്, അയ്യപ്പ വിശ്വാസമുണ്ട്. ഏതെങ്കിലും പത്രത്തിൽ പരസ്യം കൊടുത്തോ അല്ലെങ്കിൽ ചാനലിൽ പരസ്യം കൊടുത്തോ എവിടെയെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് പരിപാടികൾ സംഘടിപ്പിച്ചോ ആണോ ആളുകൾ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ശബരിമലയിലേക്ക് വരുന്നത്? ഇത് അയ്യപ്പനെ ബ്രാൻഡ് ചെയ്യാനല്ലെന്നേ. ഇത് അയ്യപ്പന് വേണ്ടിയുള്ള PR എക്സസൈസ് അല്ല. പിണറായി വിജയന് വേണ്ടിയുള്ള ഒരു PR മാമാങ്കമാണ് ഇവിടെ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്നത്. നമ്മൾ കണ്ടതല്ല അതിന്റെ പരസ്യ ഫ്ലക്സ് ബോർഡുകൾ. അയ്യപ്പന്റെ വളരെ ചെറിയൊരു ചിത്രം, അപ്പുറത്ത് പിണറായി വിജയന്റെ വലിയ ചിത്രം, ഭീമാകാരമായ ചിത്രം. അപ്പോ ഈ അയ്യപ്പ വിശ്വാസം, അയ്യപ്പ വിശ്വാസികൾ, ഇവരുടെയൊക്കെ സംരക്ഷകൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്തോ ദൈവതുല്യമായ അവതാരമാണെന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത്. ഇവരുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് പറഞ്ഞത് എന്താ? പിണറായി വിജയനെ ദൈവമായി കാണുന്ന ആളുകളുണ്ടെന്നാ. അപ്പോ അയ്യപ്പനേക്കാൾ വലിയ ദൈവാവതരണമായി പിണറായി വിജയനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയ PR എക്സസൈസിന് നടന്നത്. അയ്യപ്പന്റെ ചെറിയ ചിത്രവും പിണറായി വിജയന്റെ വലിയ ചിത്രവും വെച്ച് നടത്തിയ പരിപാടിയുടെ ഇതിന്റെ നെറ്റ് റിസൾട്ട് എന്താണ് സ്മൃതി? ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പ വിശ്വാസികളെ അഡ്രസ് ചെയ്യാനൊരു അവസരം ആദ്യമായി യോഗി ആദിത്യനാഥിന് ലഭിച്ചു. UP-യുടെ മുഖ്യമന്ത്രി ഈ പറയുന്ന വർഗീയ പ്രചരണങ്ങൾക്ക് കുപ്രസിദ്ധനായ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം, ശബ്ദം ആ സന്നിധാനത്തിൽ ആദ്യമായി മുഴങ്ങുന്നതിന് പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിയ ഈ മാമാങ്കം കാരണമായി. അതിൽ കൂടുതൽ നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചു, അതേ വേദിയിൽ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തെ കുറിച്ച് അധികം വിശേഷണങ്ങൾക്കൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ വിസ്താര ഭയം കൊണ്ട് മുതിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ ആ വേദിയിൽ വെച്ച് പിണറായി വിജയനെ വിശ്വാസിയായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു വിശ്വാസിയായ പിണറായി വിജയന്റെ ഒരു പുതിയ അവതാര പ്രഖ്യാപനമാണ് അവിടെ നടന്നത്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വിശ്വാസി എന്ന് വിളിപ്പിച്ചു. ഒരു ഹിന്ദുത്വ ധ്രുവീകരണത്തിനാണെന്ന് പിണറായി വിജയന്റെ സർക്കാർ ശ്രമിച്ചത്. ഇതിനകത്ത് ഇതിന്റെ മോട്ടീവ് തന്നെ കറപ്റ്റഡ് ആണ്, പൊളിറ്റിക്കലി കറപ്റ്റഡ് ആണ്. ഇപ്പൊ ഫിനാൻഷ്യലി സാമ്പത്തികമായ അഴിമതി ഇതിൽ വന്നിരിക്കുകയാണ്. കോടതിയിൽ കൊടുത്തിട്ടുള്ള ഉറപ്പെന്താ? 1 രൂപ പോലും ചെലവഴിക്കില്ല. ഇപ്പൊ ഇവരോട് കോടികളുടെ കണക്കൊക്കെ പറയുന്നുണ്ട്. 600 ചില്ലാനം പേർക്ക് നടത്തിയ ഒരു പരിപാടി. പ്രകാശ മാസ്റ്റർ ഒരു പാർട്ടി സംഘാടന രംഗത്തുള്ള ആളാണല്ലോ. 600 പേർക്ക് വേണ്ടി ഒരു പരിപാടി നടത്തിയാൽ, നമ്മുടെ നാട്ടിൻപുറത്തൊരു സാധാരണ കല്യാണം വിളിച്ചാൽ ഒരു മിഡിൽ ക്ലാസ് കല്യാണത്തിന് 600 പേരോളം വിളിക്കും. ഇത് എന്തിനാണ് കോടികളുടെ ചെലവ്? എന്തിനു വേണ്ടിയാണ് ഈ പണം ചെലവാക്കിയതെന്നേ? അപ്പോ അരവണയും കൊടുത്തിട്ടാണോ? ഇവർക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടാണോ? എങ്ങനെ കൂട്ടിയും കിഴിച്ചു നോക്കിയാൽ ആ എമൗണ്ടിലേക്ക് അങ്ങനെ ടാലി ആവുന്നില്ലെന്നേ. ഈ പറയുന്ന പൈസ എന്ന് പറയുന്നത് അയ്യപ്പന്റെ പണം അടിച്ചു മാറ്റി ഇവരുടെ ഉദ്ദേശം ശുദ്ധി എന്ന് പറയുന്നത് വളരെ കറപ്റ്റഡ് ആണ്. ഈ സാമ്പത്തികമായും വലിയ കറപ്ഷൻ നടന്നിരിക്കുക. ഇതൊരു പുതിയ കാര്യമല്ല. അയ്യപ്പനെ കേന്ദ്രീകരിച്ച് പുതിയൊരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. ഇത് വിശ്വാസത്തെ വാണിജ്യവൽക്കരിക്കാനുള്ള വലിയ പരിശ്രമമാണ്. നമ്മൾ അയ്യപ്പ വിശ്വാസം, അയ്യപ്പൻ വിശ്വാസികൾ അഡ്രസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അയ്യപ്പ സന്നിധാനത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത് എന്താ? ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് പോലും കാൽനടയായി വരുന്ന കൂലിവേലക്കാരടക്കം ഉൾക്കൊള്ളുന്നതല്ലേ വിശ്വാസികൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ വിശ്വാസികളായി ഇവർ വിളിച്ചു വരുത്തിയ ആളുകളാരാ? വിശ്വാസികളായി കുറച്ച് വിശ്വാസി പ്രമുഖരെ വിളിച്ചു വരുത്തി. വിശ്വാസി പ്രമുഖർ എന്ന വാക്ക് ഇവർ സംഭാവന ചെയ്തു. ഇപ്പൊ നമുക്ക് പണ്ട് പിണറായി വിജയൻ നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ട് പൗരപ്രമുഖൻ, അതുവരെ മലയാള ഭാഷയിൽ പൗരനേ ഉള്ളൂ, സിറ്റിസൺ, പൗരൻ. അതിനു പകരം പൗരപ്രമുഖൻ എന്ന പദം ഉണ്ടായെങ്കിൽ ഇവിടെ വിശ്വാസിയുടെ സ്ഥാനത്ത് ഒരു വിശ്വാസി പ്രമുഖനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ കുറച്ച് ഇവർക്ക് താല്പര്യമുള്ള പണക്കാരെ, അതിസമ്പന്നരെയൊക്കെ വിളിച്ചു വരുത്തി അവിടെ സൽക്കരിച്ചു എന്നതിൽ കൂടുതലായി എന്ത് പദ്ധതി നിർവഹണമാണ് നടന്നത്?
അപ്പോൾ അയ്യപ്പ സന്നിധാനത്തെ വിപുലീകരിക്കാൻ അതിന്റെ ശാശ്വതമായ വികസനത്തെക്കുറിച്ച് എന്ത് ചർച്ചകളാണ് നടന്നത്? ഞാൻ കഴിഞ്ഞ ദിവസവും വേറൊരു ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അയ്യപ്പ സംഗമം കൊണ്ട് ഉണ്ടായ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു പരിശോധിച്ചിട്ട് പറയാൻ, ഞാൻ അടുത്ത മിനിറ്റിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞിട്ട് ആ ചർച്ച കഴിയുന്നവരെ പറഞ്ഞിട്ടില്ല. ഈ അയ്യപ്പ സംഗമം കൊണ്ട് ഉണ്ടായ ഗുണം എന്താ? എന്തൊക്കെ വിഷയത്തിലാണ് ചർച്ച നടന്നത്? ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഗുണമുണ്ടായത് രണ്ടുപേർക്കാ, ഒന്ന് പിണറായി വിജയന്, ഒന്ന് യോഗി ആദിത്യനാഥിന്. പിണറായി വിജയനെ സംബന്ധിച്ച് അയ്യപ്പന്റെ ചെറിയ ചിത്രവും പിണറായി വിജയന്റെ വലിയ ചിത്രവും വെച്ച് വലിയ പരസ്യം നടന്നു. യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, യോഗി ആദിത്യനാഥ് UP-യിലെ മുഖ്യമന്ത്രിയാ, ഏറ്റവും കൂടുതൽ ഈ ഭക്തന്മാർ വരുന്നത് എവിടെ നിന്നാ? തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് വരും. ഇന്ന് വരെ UP-യിൽ നിന്ന് അങ്ങനെ സംഘടിതമായി ഭക്തന്മാർ വരുന്നൊരു സംസ്ഥാനമൊന്നുമല്ല. പക്ഷേ UP-യിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എന്താ? എന്തുകൊണ്ട് യോഗി ആദിത്യനാഥ്? പിണറായി വിജയൻ ഉത്തരം പറയണ്ടേ? വേറെ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സവിശേഷമായി, വ്യതിരക്തമായി, പ്രത്യേകമായി അയ്യപ്പ സന്നിധാനത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ യോഗി ആദിത്യനാഥിന്റെ യോഗ്യത എന്താ? മുസ്ലിം വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കണമെന്ന് പറഞ്ഞതാണോ? ബാബർ സമേതനായി, ബാബർ സുഹൃത്തായിട്ടുള്ള ഇതിന്റെ യോഗി ആദിത്യനാഥിന്റെ യോഗ്യത എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട ഒരു വാദം ഇവിടെ ദേവസ്വം ബോർഡ് അല്ല റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്, സ്പെഷ്യൽ കമ്മീഷണറാണ്. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അല്ലാതെ ഇത് തുടക്കം ഈ പറയുന്ന 6 കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്ന് പറഞ്ഞതിന് ഇവർക്ക് മറുപടി ഉണ്ടോ? ഇന്നലെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങളല്ലല്ലോ, ദേവസ്വം വകുപ്പല്ലല്ലോ, ദേവസ്വം ബോർഡല്ലേ നടത്തിയിരിക്കുന്നതെന്നാ. അദ്ദേഹം ദേവസ്വം ബോർഡിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. സ്മൃതിക്ക് അദ്ദേഹം പറഞ്ഞത് പരിശോധിച്ചാൽ അറിയാം. അദ്ദേഹം പറയുന്നത് ഞങ്ങളല്ല, ദേവസ്വം ബോർഡുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്നാ. ദേവസ്വം ബോർഡുമായി ബന്ധമില്ലെങ്കിൽ, ദേവസ്വം ബോർഡ് നിങ്ങളുടെ കുഞ്ഞല്ലെങ്കിൽ ഈ പ്രശാന്ത് എന്ന് പറയുന്നത് ആകാശത്ത് പൊട്ടി വീണ ആളാണോ? ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരെന്ന് പറയുന്നത് ആരാ? ഇതൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ലേ? ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് CPM-ന്റെ രാഷ്ട്രീയമായ നിയമനമാണെന്ന് ആർക്കറിയാത്തത്? പക്ഷേ ഇവിടുത്തെ മന്ത്രിക്ക് പോലും ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണെന്നേ. ഒറ്റ വാക്കിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്തിനു വേണ്ടി 6 കോടി 600 പേരുടെ പരിപാടി വെച്ച് എന്തിനു വേണ്ടി? ആദ്യം ഇപ്പൊ പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ ചെലവിനെ കുറിച്ച്, ചെലവും കണക്കും തമ്മിൽ യോജിക്കുന്നില്ലെന്നേ. 3,40 ലക്ഷമാണ് ദേവസ്വം ബോർഡിലെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തത്. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫണ്ടായി ഉള്ള തുക എടുത്തിരിക്കുന്നു 3,40 അത് മാത്രമല്ല സ്മൃതി, ഈ ചർച്ചയെ ഒരു സാമ്പത്തികമായ അഴിമതി മാത്രമായി ചുരുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നേ. ഇതിനകത്ത് ഈ പറയുന്ന വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യങ്ങളുണ്ട്, പൊളിറ്റിക്കലി കറപ്റ്റഡ് ആണ്. ഇതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇതിന്റെ ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത് കറപ്റ്റഡ് ആണെന്നേ. അയ്യപ്പ സംഗമം എന്ന പേരിൽ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ഗുണപരമായി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെ പിണറായി വിജയന്റെ വ്യക്തിപരമായ ലക്ഷ്യവും CPM എന്ന പാർട്ടി കുറെ കാലമായി തുടരുന്ന വർഗീയ ധ്രുവീകരണത്തിനുള്ള പരിശ്രമങ്ങൾ നടത്തിയത്. അതിനുവേണ്ടിയാണ് വിശ്വാസികളെ, ഇവർ വിശ്വാസത്തിനൊക്കെ എതിരെ നിൽക്കുന്ന ആളുകളാണെന്നല്ല പറയുന്നത്. ഈ പറയുന്ന ആളുകൾ വിശ്വാസി, ഞങ്ങളാണ് ഇവിടെ ഹിന്ദുക്കളുടെ സംരക്ഷകർ, ഞങ്ങളാണ് വിശ്വാസത്തിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ ക്ഷണിച്ചു വരുത്തി, അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റി കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു. അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു. പിണറായി വിജയൻ എന്ന് പറയുന്നത് വലിയ വിശ്വാസിയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ വിശ്വാസിയാണ് പിണറായി വിജയൻ എന്ന് വെള്ളാപ്പള്ളി നടേശൻ സർട്ടിഫൈ ചെയ്ത് കൊടുത്തുന്നേ. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തിരക്കഥ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഇത് വളരെ ആസൂത്രിതമായി അത് നടപ്പിലാക്കിയ ഒരു തിരക്കഥയാണ്. ഇതിനകത്ത് സാമ്പത്തിക താല്പര്യമുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട്, വർഗീയ താല്പര്യമുണ്ട്. ആര് പുറത്താലും ഇവരോട് അയ്യപ്പൻ പുറക്കില്ലെന്നേ. ആ അയ്യപ്പ സംഗമം തൊട്ട് തുടങ്ങിയ കഷ്ടകാലമാണ് പിണറായി വിജയന്. അതിനുശേഷം നടന്ന ഇലക്ഷനിലടക്കം റിസൾട്ട് ഉണ്ടായില്ലേ? ശരി, ഏതായാലും കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം അത് പ്രധാനമാണ്. ഹൈക്കോടതിയുടെ വാക്കുകളെ വേദവാക്യമായി ചില കാര്യങ്ങളിൽ കാണുമ്പോൾ ഇതിലും ചില കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.